എന്തുകൊണ്ട് മമ്മൂട്ടി വേട്ടയാടപ്പെടുന്നു? ഈ ഒരു ചോദ്യം പോലെ തന്നെ വളരെ ലളിതമാണ് ഉത്തരം. മമ്മൂട്ടി വേട്ടയാടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം മുസ്ലിം ആയതുകൊണ്ടാണ്. രണ്ടാമത്തെ കാരണം, ഇന്ത്യൻ സിനിമയുടെ മുഖമാണ് മമ്മൂക്ക അല്ലെങ്കിൽ മമ്മൂട്ടി, അല്ലെ? അപ്പോൾ അദ്ദേഹത്തിനെ ഇപ്പോൾ വിമർശിക്കുന്ന ആളുകളെല്ലാം എയറിലാവും, നല്ല രീതിയിൽ ആളുകൾ ശ്രദ്ധിക്കപ്പെടും. അത് തന്നെയാണ് ലക്ഷ്യം. ഇത് മുസ്ലിങ്ങളെ വേട്ടയാടുന്നത് ഇന്നും തന്നെ തുടങ്ങിയതൊന്നുമല്ല. ഓക്കെ, അപ്പോൾ മുസ്ലിമും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിർത്തിവെക്കാം. സിനിമ ഒരു കലയാണ്, അല്ലെ? ഒരു എന്റർടൈൻമെന്റ് ആണ്. നമ്മൾ ആ ഒരു രീതിയിൽ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ മമ്മൂട്ടി ഇതിനോടകം വ്യത്യസ്ത തരത്തിലുള്ള പല ജോണറിലുള്ള സിനിമകളും ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്, അല്ലെ? ഇപ്പൊ പുഴു എന്ന സിനിമയിൽ ഒരു ബ്രാഹ്മണനായിട്ട് അഭിനയിച്ചതിലാണ് പണി കിട്ടുന്നത്. പുഴു എന്ന സിനിമയുടെ സംവിധായകയുടെ ഭർത്താവ് എന്തൊക്കെയോ മറുനാടൻ ചാനലിൽ പോയിരുന്നിട്ട് തുറന്നു പറഞ്ഞു എന്നാണ് പറയുന്നത്. തുറന്നു പറച്ചിൽ എന്താണ്? അദ്ദേഹം ഈ ഒരു സിനിമയുടെ പ്ലോട്ട് കേട്ടപ്പോൾ, അത് നിരന്തരമായിട്ട് ഈ ഒരു സ്ക്രിപ്റ്റിങ്ങിന്റെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നിയൊരു കാര്യമാണ്, ഇത് ഹിന്ദുക്കൾക്ക് എതിരെയാണോ, അപ്പർ കാസ്റ്റിനെതിരെയാണോ? എന്റെ ഭാര്യ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമ അങ്ങനെ പാടില്ല,